ഈ ആശ്രമത്തിലേക്കൊന്ന് സന്ദർശിച്ചു വശിഷ്ഠൻ്റെ. അങ്ങനെ സന്ദർശിച്ചിട്ട് അവർക്ക് ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ വിശപ്പുണ്ട്, പക്ഷെ ആശ്രമത്തിൽ അതിനുള്ള വകയൊന്നും കാണില്ലല്ലോ. ഇത്രയും പേർക്ക് കൂട്ടാനുള്ള ആയിരക്കണക്കിന് പടയാളികളുണ്ട്, ഇവർക്കുള്ള വസ്തുക്കളൊന്നും എവിടെ കാണില്ല, ആശ്രമത്തിൽ ഉണ്ടാവില്ല. അതുപോലെ വിഭവസമൃദ്ധമായതൊന്നും ആശ്രമത്തിൽ ശേഖരിക്കാറും ഇല്ല. അതുകൊണ്ട് തന്നെ വിശപ്പുണ്ടെങ്കിലും അത് കുഴപ്പമില്ല എന്നുള്ള നിലയിൽ വശിഷ്ഠനോട് ആര് സംസാരിച്ചു? കൗശികൻ പറഞ്ഞു. പക്ഷെ വശിഷ്ഠൻ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്കുള്ള വിശപ്പിനുള്ള ഭക്ഷണം മുഴുവൻ ഞങ്ങൾ നൽകാമെന്ന് അങ്ങോട്ടൊരു ഓഫറും കൊടുത്തു. ഇല്ലേ? അതിഥി ദേവോ ഭവ, അതിഥിയെ ദേവനായി പരിചരിക്കുന്നു നമ്മുടെ ധർമ്മത്തിൻ്റെ ഒരു പ്രധാനമാണ്. അതിഥി ദേവോ ഭവ. അല്ലേ? ആരാണ് അതിഥി? അതിഥി ദേവോ ഭവ എന്നൊക്കെ നമ്മൾ തലകുലിക്കുമല്ലോ. ഇനി ആരാ അതിഥി? അതിഥിയെ ദേവനായി പൂജിക്കണേ. അതിഥി ആരാന്ന് അറിയണ്ടേ? ആരാ അതിഥി? ആരാ? വീട്ടിൽ വരുന്നവര് അല്ലേ? അല്ല. ഇപ്പം നമ്മൾ അതിഥി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം കടയിലൊക്കെ സാധനം വാങ്ങാൻ പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കും, എന്ത് നാളെ 2 അതിഥികളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. അല്ലേ? മുൻകൂട്ടി അറിയിച്ചിട്ടല്ലേ പോയത് മേടിക്കാൻ, എല്ലാം ഒരുക്കി വെക്കുന്നത്. അല്ലേ? അത് ബന്ധു സൽക്കാരമാണ്, അതല്ല അതിഥി. മനസ്സിലായില്ലേ? അതായത് മുൻകൂട്ടി വിളിച്ചു പറഞ്ഞ അടുത്ത ആഴ്ച കുഞ്ഞമ്മേ അല്ലെങ്കിൽ അപ്പച്ചി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെയാണ് എന്നൊക്കെ അറിഞ്ഞ് ഇതെല്ലാം മേടിച്ച് ഒരുക്കി വെച്ച് സൽക്കരിക്കുന്നത് ബന്ധു സൽക്കാരമാണ്. അത് അതിഥി സൽക്കാരം അല്ല. അതിഥി ദേവോഭവ എന്ന അതിഥി പൂജ അല്ല. മനസ്സിലായില്ലേ? ഇനി നമ്മൾ കഴിഞ്ഞ മാസം അങ്ങോട്ട് പോയി അവർക്കിട്ട് പണി കൊടുത്തു, അവർ തിരിച്ച് ഈ മാസം ഇങ്ങോട്ടിട്ട് നമുക്ക് പണി തരാൻ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതും അതിഥി സൽക്കാരം അല്ല. അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നിശ്ചയിക്കാതെ വരുന്നവനാരോ അവൻ അതിഥി. തിഥി എന്ന് പറഞ്ഞാൽ ദിവസവും സമയവും നിശ്ചയിക്കാതെ, മുൻകൂട്ടി അറിയിക്കാതെ. അവൻ നമ്മുടെ ബന്ധുവോ, മനസ്സിലായില്ലേ, ബന്ധു അല്ലാത്തവനോ ആരോ ആവാം. മനസ്സിലായോ? മുൻകൂട്ടി അറിയിക്കപ്പെടാതെ. മുൻകൂട്ടി അറിയിച്ചു എന്നാൽ എന്താ? നമ്മളെല്ലാം ഒരുക്കി വെച്ച് സൽക്കരിക്കും. അല്ലേ? അപ്പം നമുക്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ എവിടെ നിന്നെങ്കിലും കടം മേടിച്ചെങ്കിലും വെക്കും, എന്നിട്ട് അതിൽ നിന്ന് കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരു തരത്തിൽ പോലും മുൻകൂട്ടി അറിയിക്കപ്പെടാതെ നമ്മുടെ വീടുകളിലേക്ക് വരുന്നവരാരോ അവരാണ് അത്. തിഥി നിശ്ചയിക്കാതെ വരുന്നവരല്ലേ. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനല്ലേ നമുക്ക് കുറച്ച് പ്രയാസം വരുന്നത്. കാര്യം എന്താ? ഉള്ളതിൻ്റെ പങ്ക് കൊടുക്കേണ്ടി വരും. ഇല്ലേ? മനസ്സിലായില്ലേ? അപ്പോഴാണ് ഒരു ത്യാഗവും ചേർന്ന്. അതാണ് പൂജ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് കുറേശ്ശെ കൊടുത്ത് നമ്മളും അതിനോടൊപ്പം ഇരുന്ന് ആവശ്യം പോലെ കഴിക്കലല്ല അതിഥി സൽക്കാരം എന്ന് പറയപ്പെടുന്നത്. ഇവിടെ മഹാഭാരതത്തിൽ അതിഥികൾ പൂജിക്കപ്പെടുന്നതിൻ്റെ മഹത്വത്തെ പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ എന്ന് പറഞ്ഞാൽ രാജസൂയ യജ്ഞം നടക്കുന്ന വേളയിൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് രാജസൂയ യജ്ഞത്തിൻ്റെ അധിപതിയായിട്ടുള്ളത്. ആ അധിപതിയായിരിക്കുന്ന രാജസൂയ യജ്ഞം നടക്കുന്ന വേളയിൽ ഈ യജ്ഞമൊക്കെ പൂജയൊക്കെ കഴിഞ്ഞ് ആ പുണ്യസ്ഥാനമായി നിൽക്കുന്ന വേളയിൽ ഒരു കീരി അവിടേക്ക് ഓടി വന്നു. ഈ കീരിയുടെ ശരീരത്തിൻ്റെ പകുതി ഭാഗം സ്വർണ്ണ നിറമാണ്. ഈ കീരി ഓടി വന്നിട്ട് പൂജ ചെയ്ത പൂക്കളിലൊക്കെ കിടന്ന് ഉരുണ്ടു. അവിടെ വെച്ചിരിക്കുന്ന തീർത്ഥപാത്രങ്ങളൊക്കെ തട്ടിയിട്ടു. ആ വെള്ളത്തിലെല്ലാം കിടന്ന് ഉരുണ്ടു. അവിടെയുള്ള വെള്ളത്തിലിരിക്കുന്ന വലിയ പാത്രത്തിലൊക്കെ കയറി മുങ്ങി. മനസ്സിലായില്ലേ? അവിടെ ഉണ്ടായിരുന്ന പ്രസാദത്തിലൊക്കെ കിടന്ന് ഉരുണ്ടു. എല്ലാം തട്ടി തരിപ്പണമാക്കി ആരിട്ടു? കീരിയിട്ടു. ഇത് കണ്ടിട്ട് കോപത്തോടുകൂടി പാണ്ഡവന്മാർ കീരിയെ വധിക്കാനൊക്കെ തയ്യാറായി. പക്ഷെ ശ്രീകൃഷ്ണൻ തടഞ്ഞു. വേണ്ട, ഇത് യാഗസ്ഥലമാണ്, എന്തെങ്കിലും കാര്യമില്ലാതെ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഈ കീരിയോട് ചോദിച്ചു, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ കീരി പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇതേതാണ്ട് വലിയ യാഗമായിരിക്കും, ഇതൊക്കെ പുണ്യമുള്ള യാഗമായിരിക്കും, ശ്രീകൃഷ്ണനാണ് ഇത് യജമാനൻ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വലിയ ശ്രേഷ്ഠമായിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും പണം കൊണ്ടുള്ള പ്രഹസനം കാണിക്കലായിരുന്നു. ഈ യാഗത്തിന് ഒരു പുണ്യവും ഇല്ല എന്ന് ഈ കീരി ആരോട് പറയുന്നു? ഭഗവാനോട് പറയുന്നത്. പണം കൊണ്ട് വലിയ ഹോമം കൊണ്ടുണ്ടാക്കി, ഒരുപാട് ദ്രവ്യങ്ങളൊക്കെ വെച്ച് പൂജിച്ചു, ഒരുപാട് വിളക്ക് വെച്ചു, ഒരുപാട് അലങ്കാരം ചെയ്തു. മനസ്സിലായില്ലേ? വലിയ പുരോഹിതന്മാർ ദക്ഷിണ കിട്ടാൻ വേണ്ടി വന്നിരുന്ന് മന്ത്രം ജപിച്ചു. പക്ഷേ ഈ യാഗത്തിന് വലിയ പുണ്യമൊന്നും ഇല്ല. അപ്പം കൃഷ്ണൻ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? ഇതെന്തിനാ ഇത് ചെയ്യുന്നത്? കൃഷ്ണൻ മനഃപൂർവ്വം ഇത് ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം ഈ യാഗം നടത്തുമ്പോൾ പാണ്ഡവർക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞങ്ങളാണ് വലിയ ശക്തിമാന്മാർ, കുരുക്ഷേത്ര യുദ്ധം ജയിച്ചവരാണ്, ഞങ്ങൾക്ക് ആവശ്യം പോലെ ധനമുണ്ട്, ഇത്രയും പണം ചെലവാക്കി, മനസ്സിലായില്ലേ, ഇത്രയും വലിയൊരു യാഗം ഇന്ന് വരെ ഭൂമിയിൽ ആരും നടത്തിയിട്ടില്ല എന്നൊരു അഹങ്കാരവും പൊങ്ങച്ചവും ആർക്കുണ്ടായിരുന്നു?
പാണ്ഡവന്മാർക്കുണ്ട്. ഈ അഹങ്കാരത്തിലും പൊങ്ങച്ചത്തിലും കാര്യമില്ല എന്ന് അവരെ പഠിപ്പിക്കാനാണ് ഭഗവാൻ ഈ തന്ത്രം പ്രയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ കീരി പറഞ്ഞു, എൻ്റെ ശരീരം കണ്ടില്ലേ, പകുതി സ്വർണ്ണ നിറമാണ്. ഇതെങ്ങനെ ഉണ്ടായി എന്ന് ഭഗവാൻ ചോദിച്ചോ പറഞ്ഞത്, ഞാൻ വസിക്കുന്ന ഒരു മലയടിവാരത്ത് ഒരു സാധാരണ ഒരു കുടുംബം ജീവിച്ചിട്ടുണ്ട്. വളരെ പ്രാരാബ്ധം കൊണ്ട് ജീവിക്കുന്ന കുടുംബം. നാട്ടിൽ വലിയ ക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ആ വീടിൻ്റെ ഗൃഹനാഥൻ 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വയലിലേക്ക് പോയി ഈ കൊയ്തു കൊണ്ട് പോയ സമയത്ത് അടർന്ന് വീണ നെൽമണികളുണ്ട് അല്ലേ? കൊയ്ത് നിൽക്കുന്നത് വിതച്ചവൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. അതെടുത്താൽ അത് മോഷണമാണ്. പകരം ഈ നിലത്ത് വീണുണ്ടല്ലോ, പക്ഷികളും ഒക്കെ കഴിക്കുന്ന, അങ്ങനെ അടർന്ന് വീണ ആ നെൽമണികൾ നുള്ളിപ്പറക്കി എന്ത് ചെയ്തു? ഈ നെൽമണികളെല്ലാം കൂടി തൻ്റെ ആ മേൽവസ്ത്രത്തിൽ പറക്കി ശേഖരിച്ച് അതും കൊണ്ട് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇതിൻ്റെ ഉമി നീക്കം ചെയ്തിട്ട് അത് കഞ്ഞി വെക്കാൻ പറഞ്ഞു. അങ്ങനെ കഞ്ഞി വെച്ച് ഇത് ഭക്ഷണമായി കഴിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മരുമകളും കൂടി 4 പേർക്കായിട്ട്, ആകെ അല്പമേ ഉള്ളൂ എങ്കിലും അത് 4ആയിട്ട് പകുത്ത് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീടിൻ്റെ മുമ്പിൽ ഒരു യാചകൻ വന്നു. ഈ യാചകൻ പറഞ്ഞു, വിശക്കുന്നു, ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. അകത്തിരിക്കുന്നവൻ കഞ്ഞിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്, അവൻ ആഹാരം കഴിച്ചിട്ട് 4 ദിവസമായി. മനസ്സിലായോ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മൾ 4 ദിവസമായി കഴിച്ചിട്ട്, വന്ന് നിൽക്കുന്നവൻ 2 ദിവസമായി. നമ്മളാണെങ്കിൽ അവനോട് പറയടാ, ഞങ്ങൾ 4 ദിവസമായിടാ, നീ 2 ദിവസമല്ലേ ആയുള്ളൂ ഇല്ലേ? അങ്ങനെ ചോദിക്കും. ഇവിടെ അതല്ല ചെയ്തത്. ഈ ഗൃഹനാഥൻ ബഹുമാനത്തോടെ പാദങ്ങൾ കഴുകി സ്വീകരിച്ച് ഇദ്ദേഹത്തെ അകത്തിരുത്തി തൻ്റെ പങ്കെടുത്ത് ഈ യാചകന് കൊടുത്തു, അതിഥിയായി വന്നാക്ക് കൊടുത്തു. അത് കഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നും ആയിട്ടില്ല. ഭാര്യയുടെ പങ്കും കൊടുത്തു, അവസാനം മകൻ്റെ പങ്കും കൊടുത്തു, മകളുടെ പങ്കും കൊടുത്തു. അപ്പോഴത്തേക്ക് യാചകൻ പറഞ്ഞു, മതി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി കൊടുക്കാനൊന്നും ഇല്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈ കഴുകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഈ ഗൃഹനാഥൻ കൈ കഴുകാനുള്ള ജലം കിണ്ടിയിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തു. ഒരു അരപ്പിത്തിയുടെ അപ്പുറത്തേക്ക് ഇങ്ങനെ കൈ കഴുകി ഒഴിക്കുന്ന സമയത്ത് ഈ വെള്ളം വീഴുന്ന സ്ഥലത്തൂടെ ഈ കീരി ഓടി ഇങ്ങനെ പോയി. മനസ്സിലായില്ലേ? അപ്പോൾ കീരിയുടെ ശരീരത്തിൻ്റെ പകുതി ഭാഗത്ത് ഈ വെള്ളം വീണു. ആ ഭാഗം മുഴുവൻ സ്വർണ്ണവർണ്ണമായി മാറി. ആ സ്വർണ്ണവർണ്ണമായതോട് കീരിക്കൊരു മോഹം, ബാക്കി കൂടി സ്വർണ്ണമാക്കിയാൽ കൊള്ളാലോ അല്ലേ? സ്വർണം കിട്ടിയാൽ ആരും വിടത്തില്ലെന്നുള്ളത് മനസ്സിലായിട്ടില്ലേ അല്ലേ? കോടതി പോലും ചോദിച്ചു, ദൈവത്തിനെ പോലും വെറുതെ വിടത്തില്ലോണ്ടാ, പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും പാപകർമ്മത്തിൻ എന്നൊക്കെ കോടതി വരെ ചോദിച്ചിട്ട് പോലും നമ്മുടെ നാടിൻ്റെ ഭരണാധികാരികളുടെ കണ്ണ് തുറന്നിട്ടില്ല. ഇപ്പോഴും പറയുന്ന ആരോപണം മാത്രം, കട്ടളയില്ല, ജനലുമില്ല, അയ്യപ്പനും പോലും ഇല്ല, ശബരിമല പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറഞ്ഞു കളയും. കാര്യം എന്താ? സ്വന്തക്കാരെ രക്ഷിക്കാൻ വേണ്ടി. ഇപ്പോഴും പറയുന്നത് മിത്താണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കീരിക്ക് തോന്നി തൻ്റെ പകുതിയും കൂടി എന്താക്കണം? സ്വർണം ആക്കണം. കീരി നേരെ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ പിന്നെ എവിടെ പുണ്യകർമ്മം നടന്നാലും അവിടെയൊക്കെ പോയി കിടന്ന് ഉരുളും. മനസ്സിലായില്ലേ? അപ്പോഴാണ് കൃഷ്ണൻ്റെ യാഗസ്ഥലത്ത് വന്നിട്ട് ഉരുണ്ടിട്ടും ഫലമില്ലെന്ന് കീരി പറഞ്ഞു. അതോടുകൂടി പാണ്ഡവന്മാരുടെ അഹങ്കാരം മാറി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി കീരിക്ക് പൂർണ്ണ സ്വർണ്ണ നിറമൊക്കെ കിട്ടുകയും ചെയ്തു. ഇവിടെ പറഞ്ഞു വന്ന എന്തിനാണ്? ഈ സാധാരണ കുടുംബാംഗങ്ങൾ അല്ലേ, അവർ ചെയ്ത ആ അതിഥി പൂജയാണ് ഈ യാഗത്തേക്കാൾ പുണ്യം. മനസ്സിലാവുന്നുണ്ടോ? അതിഥി പൂജ എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ എല്ലാം ഒരുക്കി വെച്ച് സൽക്കരിക്കുന്നത് അല്ല. ഇല്ലാത്തപ്പോൾ പോലും വരുന്നവർക്കുള്ള പങ്ക് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള നല്ല മനസ്സ് എന്ന് പറയുന്നത്. ഇപ്പം അതിഥി പൂജ എന്നൊക്കെ ഇന്നത്തെ കേട്ടിട്ട് നാളെ മുതൽ വീട്ടിൽ വരുന്ന എല്ലാവരും അതിഥിയാണെന്ന് പറഞ്ഞ് വിലക്കകത്ത് വിളിച്ച് കേട്ടരുത്. ഇന്ന് അതിഥിയായി വരുന്ന പലരും അപകടകാരികളാണ്. ചിലപ്പോൾ അകത്ത് കയറ്റി വെള്ളം എടുക്കാൻ പോകുമ്പോൾ മിക്കവാറും നമുക്ക് അവസാനത്തെ വെള്ളം കുടിച്ച് മരിക്കേണ്ടി വരും. ചുറ്റിയിൽ കൊണ്ട് തലയ്ക്ക് അടി കിട്ടേണ്ട അവസ്ഥ അല്ലേ? ശരിയല്ലേ? ഇന്ന് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ബലാത്കാരത്തെ പീഡിപ്പിച്ച് കൊല്ലുന്നതൊക്കെ ദുരവസ്ഥയിലാണ് നമ്മൾ അതിഥി എന്ന് പറഞ്ഞ് പലരെയും ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിലും എടുക്കണ്ട. ശരി, അപ്പം ഇവരോട് പറഞ്ഞു ദീനാനുകമ്പയാണ് ഈശ്വര അനുഗ്രഹം, അതുകൊണ്ട് സംരക്ഷിക്കാനൊക്കെ പറഞ്ഞപ്പോഴാണ് യുധാജിത് വന്ന് ഈ വെല്ലുവിളി നടത്തിയത്. അപ്പോൾ ഇവിടെ വശിഷ്ഠ മഹർഷി എന്താ ചെയ്തത്? അദ്ദേഹം
അവിടെ കാമധേനു എന്ന് പറയുന്ന പശുവുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഈ പശു എന്ത് ചോദിച്ചാലും നൽകുന്നവളാണ് ആര്? കാമധേനു. ഈ ആശ്രമ പശുവാണ് കാമധേനുവിനോട് എന്ന് പറഞ്ഞു, ഈ വന്നിരിക്കുന്ന കൗശിക രാജാവിന് ആവശ്യമുള്ള, അദ്ദേഹത്തിൻ്റെ പടയാളികൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും വിശ്രമിക്കാനുള്ളതെല്ലാം നൽകാൻ പറഞ്ഞു. ആ നിമിഷം വിഭവസമൃദ്ധമായ സദ്യ വലിയ പാത്രങ്ങളിലൊക്കെ രൂപപ്പെട്ടു. അത് വിളമ്പാനുള്ള ആൾക്കാർ വരെ വന്നു ചേർന്നു. ഈ പശുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി വന്നവർക്കെല്ലാം ഇല്ലേ ഇലയിട്ട് ഗംഭീരമായ സദ്യ ആശ്രമത്തിൽ കൊടുത്തു. ഇത്രയും വലിയ സദ്യ ഇത്രയും നിമിഷ നേരം കൊണ്ട് ആശ്രമത്തിൽ നിന്ന് കിട്ടിയപ്പോൾ ഈ രാജാവിനൊരു സംശയം, ഇതെന്താ? അദ്ദേഹം നേരിട്ട് അന്വേഷിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ ഒരു പശുവുണ്ട്, എന്ത് ചോദിച്ചാലും നൽകുവാനുള്ള ശക്തിയോടുകൂടിയ പശുവാണ്. രാജാവിന് അത്യാർത്തി വന്നു, ഈ പശുവിനെ തനിക്ക് കിട്ടിയാൽ കൊള്ളാം. കാര്യം രാജകൊട്ടാരത്തിലാണല്ലോ കൂടുതൽ ആൾക്കാർ വരുന്നത്, സൽക്കരിക്കേണ്ടതും സമ്പത്ത് വേണ്ടതും. ഈ ആശ്രമത്തിന് എന്തിനാ ഇങ്ങനെ ഒരു പശു? അതുകൊണ്ട് ഈ പശുവിനെ അങ്ങ് എനിക്ക് തരിക, പകരം ആശ്രമത്തിന് വേണ്ട സമ്പത്തൊക്കെ അങ്ങോട്ട് തന്നേക്കാം. വശിഷ്ഠൻ പറഞ്ഞു, പറ്റില്ല, ഇത് യാഗപശുവാണ്, ഇത് ഇവിടെ ആശ്രമ പശുവാണ്, ഇവിടെ ഒരിക്കലും തരാൻ പറ്റില്ല. ഇവിടെ ഈ രാജാവ് എന്ത് ചെയ്തു? തന്നില്ലെങ്കിൽ ഞാൻ ബലമായി പിടിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ സൈന്യത്തോട് പറഞ്ഞു അതിനെ പിടിച്ചു കിട്ടാൻ. നന്ദികേട് കാണിച്ചു, മനസ്സിലായില്ലേ? അത് കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട് അതിനെ തന്നെ പിടിച്ചു കിട്ടാൻ ചെന്നു. അങ്ങനെ കയ്യിലും കാലിലും ഒക്കെ പിടിച്ച് ആ ഭടന്മാർ പിടിച്ച് ബന്ധിച്ചപ്പോൾ വശിഷ്ഠൻ ആ കാമധേനുവിനോട് പറഞ്ഞു, നിന്റെ രക്ഷയെ നീ തന്നെ കരുതിക്കൊള്ളാൻ പറഞ്ഞു. ഈ നിമിഷം കൊണ്ട് കാമധേനുവിൻ്റെ ശരീരത്തിൽ നിന്ന് അനേകം സൈനികർ പുറത്തേക്ക് രൂപപ്പെട്ട് പ്രത്യക്ഷരായി. അവർ നേരെ ഈ കൗശിക രാജാവിൻ്റെ സൈന്യത്തെയൊക്കെ വധിച്ചു. അങ്ങനെ സൈന്യം മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ രാജാവ് തന്നെ നേരിട്ട് യുദ്ധത്തിനിറങ്ങി തൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ വശിഷ്ഠ മഹർഷി തൻ്റെ യോഗദണ്ഡ് എടുത്തുകൊണ്ട് അദ്ദേഹവും രംഗത്ത് വന്നു. യോഗദണ്ഡൊക്കെ നമുക്കറിയാം, മഹർഷിമാർ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരെ കൈ ഉയർത്തി വെക്കുന്ന കയ്യിൽ കമണ്ഡലുവിനോടൊപ്പം പിടിക്കുന്നതാണ്. അവരെ ആ യോഗദണ്ഡം എന്ന് പറഞ്ഞാൽ അവരെ ധ്യാനത്തിൻ്റെയും അവരെ തപസ്സിൻ്റെയും നിഷ്ഠയുടെയൊക്കെ ഒരു അധികാര ചിഹ്നം ഈ ദണ്ഡുമായിട്ട് വന്നു. ഇവിടെ ഈ കൗശികനെ എന്ന ഓരോ അമ്പിനെയും ആയുധത്തെയും ഈ യോഗദണ്ഡ് കൊണ്ട് എന്ത് ചെയ്തു? പ്രതിരോധിച്ചു. ആ യോഗദണ്ഡ് കൊണ്ട് ഈ ആയുധങ്ങളെയൊക്കെ നിഷ്ഫലമാക്കി അതിനെ തകർത്തെറിഞ്ഞു. അവസാനം കൗശികന് മനസ്സിലായി തൻ്റെ രാജശക്തിയും തൻ്റെ ആയുധശക്തിക്കൊന്നും ഈ സന്യാസിയുടെ തപോശക്തിക്ക് മുന്നിൽ സ്ഥാനമില്ല. ആ തപശക്തിയാണ് വലുതെന്നറിഞ്ഞപ്പോൾ ലജ്ജിതനായ രാജാവ്, എങ്കിൽ ആ തപശക്തി ഞാനും നേടും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം തപസ് ചെയ്ത് സന്യാസം പിന്നീട് സ്വീകരിച്ചു. അദ്ദേഹത്തെയാണ് പിന്നീട് നമ്മൾ വിശ്വാമിത്രൻ എന്ന മഹർഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശ്വത്തിനെ മുഴുവൻ മിത്രം ചെയ്യുന്നവനാരോ അവൻ വിശ്വാമിത്രൻ എന്ന പേരിലേക്ക് പിന്നീട് ഈ രാജാവ് മാറ്റപ്പെട്ടത്. എന്തുകൊണ്ട്? അധികാരത്തെക്കാൾ വലുതാണ് ഈശ്വരശക്തി എന്ന തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട്. മനസ്സിലായില്ലേ? അനുഭവം കൊണ്ടതുണ്ടായി. പക്ഷെ നമ്മളെ നാട് ഭരിക്കുന്നവർ ഇപ്പോഴും അനുഭവം അടിക്കടിക്ക് ഉണ്ടായിട്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അധികാരശക്തിയാണ് വലുത് എന്ന് കണ്ട് ഈശ്വരശക്തിയെ വെല്ലുവിളിച്ച് കൊല ചാക്കി കെട്ടി കൊണ്ടുപോകുന്നവർക്ക് ചിലരെയൊക്കെ മല കയറ്റി. അന്ന് തൊട്ട് തുടങ്ങി തിരിച്ചടിയുടെ കാലം. മനസ്സിലായില്ലേ? ബിന്ദു അമ്മിണിയും കനകദുർഗയൊക്കെ ചാക്കിനകത്ത് കയറ്റി കൊല പഴിപ്പിക്കാൻ കയറ്റി നടക്ക്. അധികാരമുണ്ടെങ്കിൽ ഏത് ദൈവത്തെയും വെല്ലുവിളിക്കുമെന്നുള്ള ധാർഷ്ട്യം പ്രകടിപ്പിച്ചു. മനസ്സിലായോ? ആ ധാർഷ്ട്യത്തിൻ്റെയൊക്കെ ഫലം ഇപ്പോൾ അനുഭവത്തിലൂടെ വന്നുകൊണ്ടിരിക്കുക. ഈശ്വരനോട് തൊട്ട് കളിച്ചതിൻ്റെ ശക്തി. ഇത് അവിടെ മാത്രമല്ല, നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഭഗവാന്റെ ഒരു ചൈതന്യം. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ വിഷയത്തെ പരാമർശിക്കുന്നില്ല, നമ്മുടെ ഈശ്വര വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ് അല്ലേ? ഈ ആലപ്പുഴ ജില്ലയിൽ പണ്ടൊരു വലിയ വിപ്ലവ നായികയുണ്ടായിരുന്നു, മരിച്ചുപോയി. അവരൊരു കാലത്ത് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു, ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ കത്തിച്ചു കളയണമെന്ന്. അതൊക്കെ അന്ധവിശ്വാസമാണ്. ഹിന്ദുവിൻ്റെ ശാസ്ത്രങ്ങളൊക്കെ നശിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ചും പ്രസംഗിച്ചും കേരളം മുഴുവൻ അവർ പ്രസംഗിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ നടത്തിയ അവർ അവസാന കാലത്ത് അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണൻ്റെ പായസം ഇല്ലെങ്കിൽ എൻ്റെ ജന്മനാളിൽ ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞ് പട്ടിണി ഇരുന്നിട്ടുണ്ട്. അത് വീട്ടിലേക്ക് അവസാന കാലഘട്ടം ചെല്ലുന്നവർക്ക് കാണാൻ പറ്റുന്നത് ഒരു 3.5 അടി പൊക്കമുള്ള ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം മാലയിട്ട് വെച്ച് പൂജിച്ചതാണ്. മനസ്സിലായില്ലേ? അധികാരത്തിൻ്റെ കാലത്ത് ഭഗവാനെ എതിർത്ത് നടന്ന് അവസാനം ഭഗവാന്റെ മുമ്പിൽ മുട്ടുമടക്കി ഭഗവാനെ നാമം ജപിച്ച് ജീവിച്ചവരുണ്ടായിരുന്നു. ആളുടെ പേര് പറയണ്ടല്ലോ അല്ലേ? അറിയില്ലേ? അതുപോലെ തന്നെ ആലപ്പുഴയ്ക്ക് ഇതൊക്കെ അവകാശപ്പെട്ടതാണ് കേട്ടോ.
ആലപ്പുഴയുടെ മറ്റേ അറ്റത്ത് കായംകുളത്ത് പണ്ടൊരു നാടകം എഴുതി ഒരു മഹാനുണ്ടായിരുന്നു, ഭഗവാൻ കാലുമാറി. ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലെല്ലാം നടന്ന് ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്ന കലാരൂപം എന്ന നിലയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഹിന്ദു ദൈവങ്ങളെ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹിന്ദുവിനെതിരെ മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? വേറെ ഏതെങ്കിലും വിശ്വാസത്തിന് അങ്ങനെ പോണോന്നല്ല നമ്മൾ പറയുന്നത്. വേറെ ഏതെങ്കിലും വിശ്വാസത്തിനെതിരെ ആർക്കെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടോ? മനസ്സിലായില്ലേ? കാരണം അവിടെ ഐക്യമുണ്ട്, സംഘടിത ശക്തിയാണ്. സംഘടിത ശക്തികളെ ഭയമുള്ളവരാണ് ഇവരൊക്കെ. കാരണം ഇവർക്കൊക്കെ അധികാരത്തിലെത്താൻ, അല്ലേ, സംഘടിത ശക്തിയുടെ കാല് താങ്ങേണ്ടി വരും, കാല് നക്കേണ്ടി വരും. അവരാണ് ഹിന്ദുവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദു ഒരിക്കലും ഒന്നിക്കരുത്, ഹിന്ദു എന്ന പേരിലേക്ക് വരരുത്. നായരും ഈഴവനും നമ്പൂതിരിയും ചോവനും കുറവനും പുലയനും തണ്ടാനുമായി തമ്മിലടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇവിടെ മുതലെടുക്കാൻ ആഗ്രഹിക്കുന്നവരാ. എങ്ങനെ? മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്മാരെ പോലെയുള്ളവര്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ നേരിടുന്ന, ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നമാണ്. അങ്ങനെ ഭഗവാൻ കാലുമാറി എന്നൊരു നാടകം രചിച്ചിട്ടുണ്ട്, അല്ലേ? ആരാ രചിച്ചത്? പേര് നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തിയാൽ മതി. അവസാനം ആ ആൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഭഗവാൻ 2 കാലും മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ കിടക്കയിൽ കുറേ കാലം കിടത്തി നരകിപ്പിച്ചിട്ടാണ് ഭഗവാൻ അങ്ങ് മേപ്പോട്ട് കൊണ്ടുപോയത്. മനസ്സിലല്ലേ? ഭഗവാന്റെ കാല് മാറ്റിയ നാടകം എഴുതാൻ പോയ ആളിൻ്റെ 2 കാലും അവസാനം പറഞ്ഞ മനസ്സിലായില്ലേ? നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഈശ്വരനോട് ഏതൊക്കെ കാലഘട്ടത്തിലാണ്, അത് ഏത് കാലഘട്ടത്തിലാണ്, ഈശ്വരൻ എന്നൊരു ശക്തി വളരെ വലുതാണ്. അതിനെ വെല്ലുവിളിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത്. ഈശ്വര ശക്തിക്ക് മുമ്പിൽ പണമോ പ്രതാപമോ അധികാരമോ ഒന്നും എന്തെങ്കിലും ആണോ? ഒന്നുമല്ല. ഈ ബോധമുണ്ടാവുമ്പോഴാണ് നമുക്ക് വിനയമുണ്ടാവുന്നത്, അഹങ്കാരം നഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഈ ബോധമില്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളാവും. ഇവിടെ അഹങ്കാരത്തിലാണ് ആര് നിൽക്കുന്നത്? യുധാജിത് നിൽക്കുന്നത്. അപ്പോൾ ഈ മറ്റുള്ളവർ പറഞ്ഞു, കണ്ടില്ലേ, വശിഷ്ഠന്റെ ആശ്രമത്തിൽ നിന്ന് കൗശികന് പരാജയം ഉണ്ടായി, അതുകൊണ്ട് മഹർഷിയോട് എതിരിടുന്നത് നല്ലതല്ല. യുധാജിത് വീണ്ടും രണ്ടാമത് പറഞ്ഞു, ഇത് രാജകൽപ്പനയാണ്. മനസ്സിലായില്ലേ? ആയുധമേന്തി നിൽക്കുന്ന രാജാവിൻ്റെ കൽപ്പനയാണ് മനോരമയും കുഞ്ഞിനെയും വിട്ടുതരാൻ. അവിടെ മഹർഷി പറഞ്ഞു, നിന്റെ രാജകൽപ്പനയാണെങ്കിൽ എൻ്റെ മുനിശാസനയാണ്. രാജകൽപ്പനയ്ക്ക് ആശ്രമത്തിൽ സ്ഥാനം ഇല്ല. ഈശ്വരൻ്റെ മുന്നിൽ അടിയറ പറയുന്നതാണ് രാജാവിൻ്റെ സ്ഥാനം, അല്ലേ? അതിനപ്പുറത്തേക്കുണ്ടോ? ഇല്ല. സൈന്യശക്തിയൊന്നും അതിനപ്പുറത്തേക്കല്ല എന്ന് പറഞ്ഞു. അവസാനം മറ്റ് മന്ത്രിമാർ പറഞ്ഞു, ഇനിയും നമ്മൾ എതിരിട്ടാൽ നമുക്ക് നാശം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞത് പ്രകാരം ആര് തിരിച്ചുപോയി? യുധാജിത് തിരിച്ചുപോയി. പക്ഷെ തിരിച്ചു പോകുമ്പോൾ യുധാജിത് ഈ ആശ്രമത്തിന് ചുറ്റും ചില സൈനികരെ ഏർപ്പാട് ചെയ്ത് നിർത്തി. എന്തിനാണ്? എപ്പോഴെങ്കിലും സുദർശനൻ പുറത്തോട്ട് വന്നാൽ, ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ, എപ്പോഴെങ്കിലും ഈ മതിൽ വിട്ട്, ഈ വേലി വിട്ട്, ഈ അതിർത്തി വിട്ട് പുറത്തു വന്നാൽ എന്ത് ചെയ്യണം? ഒന്നേക്കണം. അങ്ങനെയായി. അങ്ങനെ തിരിച്ചുപോയി. അങ്ങനെ തൻ്റെ പുത്രനായിട്ടുള്ള ശത്രുജിത്തിനെ മകളുടെ മകനെ രാജാവാക്കി വാഴിച്ചു. ഇവിടെ സുദർശനാകട്ടെ അതിനുശേഷം ഇന്ന് വരെ ഈ ആശ്രമം വിട്ട് പുറത്തു പോയിട്ടില്ല. അങ്ങനെ മഹർഷി ഇദ്ദേഹത്തിന് എല്ലാവിധമായ ആയുധാഭ്യാസങ്ങളൊക്കെ പഠിപ്പിച്ചു, എല്ലാ കരുത്തും അദ്ദേഹത്തിന് കൊടുത്തു. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ദേവി ഉപാസകനാക്കി മാറ്റി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നാക്കിയ മന്ത്രി അതീവ രഹസ്യമായി ഈ സ്ഥലത്തേക്ക് വന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് ശിഷ്യന്മാര് ക്ലിബൻ എന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം ഉദ്ദേശിച്ചു. ക്ലിബൻ എന്ന് വെച്ചാൽ ഈ വൃത്തിയില്ലാത്തവൻ എന്നുള്ള വാക്കാണ് അവിടെ. പക്ഷെ ക്ലിം എന്ന് പറയുന്നത് ദേവിയുടെ ബീജമന്ത്രമാണ്. ക്ലിബൻ എന്ന വാക്ക് അതിൽ ചേർത്ത് പറഞ്ഞു. അപ്പോൾ ഈ ക്ലിബൻ എന്ന് പറഞ്ഞ കാരണം എന്താ? ഇദ്ദേഹം വേഷം മാറിയാ വരുന്നത്. മന്ത്രിയുടെ വേഷത്തോടെ വരാൻ പറ്റുമോ? വന്നാൽ യുധാജിന്റെ ചാരന്മാര് അറിയും. അതുകൊണ്ട് ഇദ്ദേഹം വന്ന് ഈ മനോരമയും കുഞ്ഞിനെയൊക്കെ കണ്ടു. അപ്പോൾ ഈ ക്ലിബൻ എന്ന് ഇദ്ദേഹത്തെ വിളിച്ചതിൽ ആകെ വിഷം ആർക്ക് വന്നു? സുദർശന് വന്നു. അപ്പോൾ ഈ ക്ലിബ് എന്ന വാക്കാണ് കേട്ടത്. അപ്പോൾ ഈ ക്ലിബ് എന്ന വാക്ക് എന്താണെന്ന് ഇദ്ദേഹം ആലോചിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് ദേവിയെ പൂജിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഈ ക്ലിം 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 എന്നുള്ള വാക്ക് ഉയർന്നു വന്നു. അപ്പോൾ ക്ലിം എന്ന വാക്ക്, ആ ക്ലീമൻ എന്ന വാക്കിൽ നിന്ന് ക്ലിം എന്ന വാക്ക് ഉയർന്നു. ഇദ്ദേഹം ഇങ്ങനെ എപ്പോഴും എന്ത് ഈ വാക്ക് ഉച്ചരിക്കാൻ തുടങ്ങി? ഈ ക്ലിം 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 എന്ന് വാക്ക് ഉച്ചരിക്കാൻ. ഇത് ദേവിയുടെ വാക്ബീജ മന്ത്രമാണ്. ഈ ബീജമന്ത്രം സർവ്വവിധമായ ഐശ്വര്യത്തെയും പകരുന്ന മന്ത്രമാണ്. ആ മന്ത്രം എന്ന് പറഞ്ഞാൽ ആ സർവ്വ ആഗ്രഹങ്ങളെ നേടിക്കൊടുക്കുന്ന മന്ത്രമാണ്. അവിടെ
ആ മന്ത്രമാണ് ആര് ഉച്ചരിച്ചത്? അവിടെ വാഗ്ബീജ മന്ത്രമല്ല, കാമരാജ ബീജം. ആഗ്രഹിക്കുന്ന സർവ്വതും നേടിക്കൊടുക്കുന്ന മന്ത്രമാണ്. സുദർശനൻ അറിയാതെയാണെങ്കിലും ഉച്ചരിച്ചു. ദേവിക്ക് ആ മന്ത്രത്തെ സ്വീകരിച്ച ദേവി ആ സുദർശന മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട ദേവി സുദർശനെ അനുഗ്രഹിച്ചു. എല്ലാ പ്രതിസന്ധികളെയും കടന്ന് എല്ലാ ആഗ്രഹങ്ങളെയും നേടുവാൻ അനുഗ്രഹിച്ചു. മനസ്സിലായില്ലേ? ബീജമന്ത്രം ജപിച്ചതോടുകൂടി എന്നിട്ട് സുദർശന് ഒരു അമ്പും വില്ലും ഒരിക്കലും ഒഴിയാത്ത ഒരാവനാഴിയും അമ്പും ഒക്കെ ആര് കൊടുത്തു? ഭഗവതി കൊടുത്തു. അത് കഴിഞ്ഞ് ഏതോ ആയുധത്തെയും പ്രതിരോധിക്കാനുള്ള ഒരു പോർച്ചട്ടയും കൊടുത്തു. ഈ സമയത്ത് സുദർശനൻ ചോദിച്ചു, ദേവി ഇതൊക്കെ ധരിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ആശ്രമത്തിൽ നിൽക്കുന്നത്? ആശ്രമത്തിലെ വേഷം നമുക്കറിയാലോ. ആശ്രമത്തിൽ നിൽക്കുന്ന ആൾ അമ്പും വില്ലും ഒക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ദേവി പറഞ്ഞു, ഇതൊക്കെ അദൃശ്യമായിരിക്കും, വേണ്ട സമയത്ത് എന്ത് ചെയ്യും? പ്രത്യക്ഷപ്പെടും. അതുവരെ നിന്റെ ശരീരത്തിൽ ഇതെല്ലാം മറഞ്ഞു നിൽക്കും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ സുദർശൻ ഈ വിവരം ആരോട് പറഞ്ഞു? നേരെ മഹർഷിയോട് പറഞ്ഞു. മഹർഷിയും അനുഗ്രഹിച്ചു. നിനക്ക് നിന്റെ രാജാധികാരമൊക്കെ നിന്റെ അച്ഛന് നിനക്ക് അവകാശപ്പെട്ടതൊക്കെ ദേവി അനുഗ്രഹിക്കുമെന്നും കൂടി മഹർഷി പറഞ്ഞു. ഈ കാലത്തിനിടയിൽ വെച്ച് ഈ സുദർശനന്റെ ഈ താമസിക്കുന്ന ഭരദ്വാജാശ്രമത്തിൽ അനേകം തീർത്ഥാടകർ വന്നു പോകാറുണ്ട്. ഈ മഹർഷിയെ കാണാൻ വേണ്ടി പുണ്യാത്മാക്കള് ഇവരിങ്ങനെ വന്ന് തീർത്ഥാടനം ചെയ്ത് വരും. അവിടെ കുറച്ച് ദിവസം താമസിക്കും. അവിടെ നിന്ന് അവരിങ്ങനെ പലയിടത്ത് പോകുന്ന സ്ഥലത്തൊക്കെ അവരറിയുന്ന നല്ല വാർത്തകളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പകർന്നു കൊടുക്കും. അങ്ങനെ പോയിട്ടുള്ളവര് സുബാഹു എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തപ്പെട്ടു. അവരെത്തപ്പെട്ട സമയത്ത് അവരോട് രാജാവ് ചോദിച്ചു, എന്താണ് ലോകവൃത്താന്തം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഭരദ്വാജന്റെ ആശ്രമത്തിൽ ഒരു അത്ഭുതമുണ്ട്. എന്താ? അവിടെ സന്യാസിമാരുടെ ഇടയിൽ അതിസുന്ദരനായ കോമളനായ ഒരു കുട്ടി വളർന്നു വരുന്നുണ്ട്. അവന്റെ ലക്ഷണം കണ്ടിട്ട് അവൻ സന്യാസിയല്ല, മനസ്സിലായില്ലേ? അവൻ ഒരു യോദ്ധാവാണ്. അവനെന്തോ ഒരു അധികാര ചിഹ്നങ്ങൾ അവനിൽ ഉണ്ട്. അങ്ങനെയൊക്കെ ആര് പറയാൻ തുടങ്ങി? ഇവരെല്ലാവരും പറയാൻ തുടങ്ങി. അങ്ങനെ സുദർശന്റെ സ്വഭാവത്തെക്കുറിച്ച്. ആ സുദർശനൻ നല്ല സ്വഭാവമാണ്, സദ്ഗുണനാണ്, നല്ല വാക്കുകളെ അദ്ദേഹം ഉപയോഗിക്കാറുള്ളൂ. അപ്പം മധുരമായ ഭാഷണം, നല്ല പെരുമാറ്റം, നല്ല ചിന്തകൾ, ഇതൊക്കെ ഒരു വലിയ ഗുണങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ് ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ളവരൊക്കെ കേട്ടപ്പോൾ ആ രാജാവിൻ്റെ മകളായ ശശികലയ്ക്ക് ഇതെല്ലാം കേട്ട ഈ വ്യക്തിയോടൊരു ആരാധന വന്നു, ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. ഇത്രയും സുന്ദരനായ, ഇത്രയും സൽസ്വഭാവിയായ, ഇത്രയും സദ്ഗുണനായിട്ടുള്ള ആ സുദർശനെ കല്യാണം കഴിക്കാൻ കിട്ടണേ എന്നൊരു പ്രാർത്ഥന ആരിൽ വന്നു? ഈ പെൺകുട്ടിക്ക് വന്നു. ശശികല എന്ന ഈ രാജാവിൻ്റെ മകൾക്ക് ഉള്ളിലുണ്ടായി. ഈ മകൾ എല്ലാ ദിവസവും ദേവിയെ ഭജിക്കുന്ന കുട്ടിയാണ്. ദേവിയെ ഭജിക്കുമ്പോഴൊക്കെ ഭഗവതി എനിക്ക് സുദർശനെ കല്യാണം കഴിക്കണമേ എന്നുള്ള ആഗ്രഹം ദേവിയുടെ മുന്നിൽ പറഞ്ഞു തുടങ്ങി. അങ്ങനെ വളരെ ദൃഢമായ ഒരു അനുരാഗത്തിലേക്ക് ആരെത്തി? ശശികലയെത്തി. ശശികല ഒരു തോഴൻ മുഖാന്തരം, ഒരു ദൂതൻ മുഖാന്തരം തൻ്റെ ആഗ്രഹം ആരെയും അറിയിച്ചു? സുദർശനെയും അറിയിച്ചു. സുദർശനൻ കേട്ടറിഞ്ഞപ്പോൾ സുദർശനൻ തോന്നി, കൊള്ളാം, എന്തായാലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയധികം ഹൃദയത്തിൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം സുദർശനും ഉണ്ടായി. ഇതിനിടയിൽ വെച്ച് സുബാഹു തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള കല്യാണാലോചനകളൊക്കെ തുടങ്ങി. അങ്ങനെ കല്യാണാലോചനകളൊക്കെ നടത്തുന്ന സമയത്ത് ഈ പെൺകുട്ടി അമ്മ വഴി അച്ഛനോട് കാര്യങ്ങൾ ധരിപ്പിച്ചു. മിക്കവാറും വീടുകളിൽ അങ്ങനെയല്ലേ? അച്ഛനോട് കാര്യം ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ദൂതായിട്ട് ആരെ വിടും? അമ്മയെ ഉപയോഗിക്കും. രണ്ട് കാര്യം കൊണ്ടാണ്. അമ്മയ്ക്ക് കൃത്യമായി ഭർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. വേണ്ട സമയത്ത് വേണ്ട കണക്ക് കാര്യം മനസ്സിലാക്കി പറയാൻ ആർക്ക് സാധിക്കും? അമ്മയ്ക്ക് സാധിക്കും. രണ്ടാമതൊരു കാര്യമുണ്ട്, മക്കൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ പൊട്ടിത്തെറിച്ച് അടിക്കാൻ ചെല്ലും. പക്ഷെ അമ്മ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്ക് അടിയൊന്നും നടക്കത്തില്ല. കാരണം എന്താ? അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് അച്ഛനും ഒരു ധാരണ കാണും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പരസ്പരം തുല്യ ശക്തിയാണെങ്കിൽ അവിടെ ഇടിച്ചെന്ന് നിന്നോളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മ വഴിയാണ് ഇവിടെ ശശികല നേരെ അമ്മ വഴി ഈ കാര്യം അറിയിച്ചു. അങ്ങനെ അമ്മ ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ സുബാഹു പറഞ്ഞു, ഞാനും സുദർശനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നല്ല കുട്ടിയാണ്, നല്ല പയ്യനാണ്, ശരിയാണ്. പക്ഷേ രാജകുമാരിയായ എൻ്റെ മകളെ വിവാഹം കഴിച്ചൊരു ആശ്രമത്തിലെ പയ്യനോടൊപ്പം അയക്കുന്നത് പറ്റില്ല. മനസ്സിലല്ലേ? കാരണം എന്താ? അവനൊരു ആശ്രമത്തിൽ വസിക്കുന്നവനാണ്. ഇവളെ വിവാഹം കഴിച്ചാൽ എവിടേക്ക് കൊണ്ടുപോകണം? ആശ്രമത്തിലേക്ക്. രാജകുമാരിയായി വസിച്ച ഈ പെൺകുട്ടിക്ക് ആശ്രമത്തിൽ പോയാൽ ഇവിടെ ജീവിക്കുന്ന സൗകര്യങ്ങളൊക്കെ അവിടെ കിട്ടുമോ? ഒന്നും കിട്ടില്ല. വസ്ത്രം കിട്ടില്ല, ഭക്ഷണം കിട്ടില്ല, അല്ലേ? ഒന്നും തന്നെ ഇതുപോലെ അവിടെ കിട്ടില്ല. നല്ലതുപോലെ ഒന്ന് ശയിക്കാനുള്ള കിടക്ക പോലും കിട്ടില്ല. എപ്പോഴും
നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചേക്കും മാതാപിതാക്കൾ ആഗ്രഹിക്കില്ലേ ഒരു നല്ല സ്ഥലത്തേക്ക് പോകണം. എന്താ കാരണം? അവളുടെ ജീവിതം സുരക്ഷിതമാണ്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് മാതാപിതാക്കൾ. അതുകൊണ്ടാണ് എപ്പോഴും മാതാപിതാക്കൾ ആലോചിച്ച് നടത്തുന്ന ഒരു വിവാഹത്തിന് അല്പം മാധുര്യം കൂടുതലാണ്. ഒരു ദുഃഖം വന്നാലും നാളെ അത് താങ്ങാനും ഒപ്പം സഹായിക്കാനും ആരുണ്ടാവും? അവരുണ്ടാവും. തന്നിഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ ആ തിരഞ്ഞെടുത്തവർക്ക് അത്രയും മനസ്സിന് ദൃഢത ഉണ്ടാവണം. നാളെ ഏതെങ്കിലും ദുഃഖം വന്നാൽ മാതാപിതാക്കൾ അടുത്തോട്ട് വന്നാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അന്നേരം കിടന്ന് നെഞ്ചി തിരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താ? മാതാപിതാക്കളെ ധിക്കരിച്ചു പോയതാണ്. സമൂഹം ചിലപ്പോൾ അപ്പോൾ അതിന് സ്വയം എന്ത് വന്നാലും കേട് വന്നാലും ഗുണം വന്നാലും സ്വയം താങ്ങാൻ ഉള്ള കരുത്തുണ്ടെങ്കിലേ അങ്ങനെയൊക്കെ സാധിക്കാവൂ. പക്ഷേ ഇവിടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവർ ചിന്തിച്ച ഒരു നല്ല വഴിക്ക് മകളെ അയക്കണം അല്ലേ? അത് സാധിക്കില്ല. അതുകൊണ്ട് മാത്രം സുദർശനോട് വിവാഹം കഴിക്കാൻ ആരും സമ്മതിക്കുന്നില്ല. അച്ഛൻ സമ്മതിക്കില്ല, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അന്നേരമാണ്. എന്നാൽ സ്വയംവരമായി വിവാഹം നടത്താൻ ആര് പറഞ്ഞു? മകള് പറഞ്ഞു. അപ്പൊ സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താ സ്വയംവരം? വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ അവളുടെ ഇഷ്ടപ്രകാരം വരനെ സ്വീകരിക്കാൻ അനുവാദം കൊടുക്കുന്നതാണ് സ്വയംവരം. മനസ്സിലായില്ലേ? അർഹരായ യോഗ്യരായ എല്ലാ വരന്മാർക്കും വന്ന് ആ സ്വയംവര പന്തലിൽ വന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാം. അവരുടെ എല്ലാവരുടെയും ബയോഡേറ്റ അവിടെ വായിച്ച് കേൾപ്പിക്കും. ഇന്ന രാജാവാണ്, ഇന്ന കഴിവുകളുണ്ട്, ഇന്ന ഗുണങ്ങളുണ്ട്, സംഗീതജ്ഞനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര സമ്പത്തുണ്ട്, ഇതൊക്കെ വായിച്ച് കേൾപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ആ പെൺകുട്ടിക്ക് സ്വീകരിക്കാം അല്ലേ? നമുക്കൊക്കെ ഇപ്പോൾ സ്വയംവരം ഉണ്ടെങ്കിൽ കൊള്ളാറുന്നല്ലേ? ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. പണ്ടൊക്കെ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വയംവരമാണ് അവിടെ നിശ്ചയിക്കപ്പെടുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ കാര്യം. നമ്മൾ ഇന്നത്തെ കാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിമാർ ആ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു വലിയ ഗേബൽസിൻ്റെ തന്ത്രം, ഒരു കാടത്തം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിലൂടെ കടത്തിവിടുന്നുണ്ട്. നമ്മുടെ കൊച്ചു പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്ന, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ആഭാസമാക്കി മാറ്റുന്ന അപകടകരമായ പ്രവർത്തനങ്ങൾ. എന്താ? സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. ഇപ്പം പ്രചരിപ്പിക്കപ്പെടുന്നൊരു വാക്കാണ്. പെൺകുട്ടികളുടെ ഇടയിലേക്കാണ് ഈ വാക്കുകൾ കടന്നു ചെല്ലുന്നത്. പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല, പുരുഷന്മാരുടെ അടിമകളാവണോ? ഇപ്പം വിവാഹം പോലും അടിമത്തമാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് വിവാഹമൊന്നും വേണ്ട, ലിവിങ് ടുഗദർ, ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് കളഞ്ഞിട്ട് പോവാം. കുടുംബജീവിതത്തിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു കുടുംബജീവിതത്തിൻ്റെ പാരസ്പരികതയും അതിൻ്റെ മഹത്വത്തെയും കളഞ്ഞ്, മനസ്സിലായില്ലേ, ഇങ്ങനെ കറങ്ങി വരുന്നവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവരവസാനം കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് കറങ്ങി നടക്കും, നാട്ടിലെ ക്രിമിനലുകളായിട്ടും മാറും. അച്ഛനും അമ്മയുടെയും ജീവിതത്തിൻ്റെ താളവും ഭംഗിയുമല്ലേ മക്കളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്? ആണോ അല്ലയോ? ഇപ്പോൾ അങ്ങനെയാണ്. വിവാഹം കഴിക്കുന്ന അടിമത്തമാണ്. അപ്പോൾ വലിയൊരു ശതമാനം പെൺകുട്ടികൾ അങ്ങനെയായി. വിവാഹം കഴിക്കാത്ത ഒരു പുരുഷന്റെ അടിമയായി ജീവിക്കാനാണോ ജീവിതം? അല്ല. അതുകൊണ്ട് വിവാഹമൊന്നും വേണ്ടെന്നേ. ലിവിങ് ടുഗദർ. ഞങ്ങൾ 1 വർഷത്തേക്ക് കറങ്ങും, 2 വർഷത്തേക്ക് ഇറങ്ങും, 2 വർഷം കറങ്ങിയിട്ട് കൊള്ളാന്നുണ്ടെങ്കിൽ 3 വർഷം, കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ കുപ്പയിലിടും. മനസ്സിലായില്ലേ? എന്നിട്ട് ഞങ്ങൾ അടുത്ത കറക്കം, അത് കഴിഞ്ഞ് അതും കൊള്ളത്തില്ലെങ്കിൽ അതും കുപ്പയിലിടും. അവസാനം നാട്ടുകാർ നമ്മളെ കുപ്പയിലിടും. അപ്പോൾ പിന്നെ ജീവിതത്തിൽ നമുക്ക്, മനസ്സിലായില്ലേ, എന്നും ഈ ആരോഗ്യവും സൗന്ദര്യമൊക്കെ കാണൂ. ഈ ആരോഗ്യ സൗന്ദര്യമൊക്കെ ഉള്ളപ്പോഴല്ലേ ഈ ലിവിങ് ടുഗദറൊക്കെ നടക്കും. ഇതൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കായ്ഫലം നഷ്ടപ്പെട്ട വൃക്ഷത്തെ കർഷകൻ പോലും ഭൂമി വെച്ചേക്കൂ, അവൻ മുറിച്ചു കളയും. മനസ്സിലായില്ലേ? ലിവിങ് ടുഗദറുകാരൻ്റെ ആവശ്യം നമ്മുടെ ശരീരവും നമ്മുടെ സൗന്ദര്യവുമാണ് അല്ലേ? അല്ലാതെ അതിനപ്പുറമുള്ള എന്തെങ്കിലും ജീവിതത്തിൽ പ്രധാനമുണ്ടോ? പക്ഷെ ഒരു കുടുംബജീവിതത്തിൽ അങ്ങനെയല്ല. അവിടെ സൗന്ദര്യമല്ല പ്രധാനം, പരസ്പരമുള്ള ഉൾക്കൊള്ളലും സ്നേഹവുമാണ് അവിടെ പ്രധാനം അല്ലേ? ആത്മബന്ധമാണ് അവിടെ പ്രധാനം. എപ്രകാരം വെച്ചാൽ സാക്ഷാൽ മഹാദേവൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം ഭഗവതിക്ക് പകുത്തു നൽകിയതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ദൃഢതയിൽ നിന്ന് ഉടലെടുക്കുന്ന ഗൃഹസ്ഥാശ്രമം എന്ന പവിത്രമായ സ്ഥാനമാണെന്ന ബോധം നമ്മുടെ കുട്ടികളിൽ തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടി? കുടുംബജീവിതങ്ങൾ തകർന്നാൽ ഹിന്ദു സംസ്കാരം തകരും. മനസ്സിലായില്ലേ? ഹിന്ദുവിൻ്റെ ധർമ്മത്തെയും സംസ്കാരത്തെയും ഈ നാടിനെയും തകർക്കാനുള്ള ബോധപൂർവമുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റീസുകൾ എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ, ഒരു വാലും ചേലുമില്ലാതെ ഇറങ്ങി നടക്കുന്ന കുറേ ആക്ടിവിറ്റീസുകളുണ്ട്. എല്ലാത്തിനെയും വെല്ലുവിളിക്കുന്നവരാണ്.
അവരാണ് രാവും പകലും നമ്മുടെയൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ചർച്ച ചെയ്ത് നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. പുരുഷൻ അങ്ങനാണെങ്കിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ടായിക്കൂടാ പറഞ്ഞിപ്പോ പുരുഷന്മാരോ വഴിതെറ്റി, സ്ത്രീകളെങ്കിലും നന്നായിരിക്കാനല്ലേ പറയേണ്ടത്. ഇപ്പൊ ഈ പറഞ്ഞ് പുരുഷന് വഴിയെത്തിയെങ്കിൽ ഞങ്ങൾക്ക് അതിന് മേളിൽ തെറ്റാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് അവസാനം ഇപ്പൊ മദ്യശാലയുടെ ക്യൂവിൽ വരെ സ്ത്രീകളെത്തി. മനസ്സിലായില്ലേ? കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് കിറുങ്ങി നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് വിശ്വസിച്ച് നമ്മളെ കുട്ടികളെ അയച്ചാൽ ആ കുട്ടികളുടെ ഉള്ളിലേക്ക് കടന്നു കയറുന്ന രാക്ഷസീയ ചിന്തകളാണ് ഇതൊക്കെ. പല വിദ്യാർത്ഥികളും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനൊക്കെ പോകുന്ന സ്ഥലത്ത് മാതാപിതാക്കൾക്ക് ഒരു ആഗ്രഹമുണ്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം. പക്ഷേ പോകുന്ന സ്ഥലത്തെ കുട്ടികൾ പലയിടത്തും ചെന്ന് പെടുന്ന ഇത്തരം ചതിക്കുഴിയിലാണ്. അതിലേക്കൊക്കെ പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൃത്യമായി രൂപപ്പെടുത്തി വാർത്തെടുത്ത് വേണം വിടാൻ. അപ്പം ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു വലിയ വിദ്യാലയമുണ്ട്, പ്രൊഫഷണൽ വിദ്യാലയം. ഏകദേശം ഒരു ദിവസം ഒരു 5000-നും 10,000-നും ഇടയ്ക്ക് വിദ്യാർത്ഥികൾ വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു ആർട്സ് കോളേജ്, ITA, 6ഓളം സ്കൂളുകൾ, +2 വിദ്യാലയങ്ങൾ, ഇത്രയുമുള്ള സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജ്, കരിക്കോട്. പേര് കേട്ട കോളേജാണ്. പക്ഷെ ഇന്ന് അവിടുത്തെ അവസ്ഥ, അവിടുത്തെ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. പഠനമൊക്കെ കേമമാണ്, ഇന്നും ഏറ്റവും നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ്. പക്ഷേ കുട്ടികളുടെ അവസ്ഥയൊക്കെ രാത്രി കാലങ്ങളിൽ 10ഉം 11ഉം മണിക്കുമൊക്കെ തൊട്ടടുത്ത റെയിൽവേ പാളത്തിൽ വരെ മദ്യപിച്ച് പോയി ഇരുന്ന് കഥ പറയുന്ന, അതുപോലെ ബൈക്കിൻ്റെ മുകളിൽ കയറി ആണിൻ്റെ മുകളിൽ പെണ്ണും പെണ്ണിൻ്റെ മുകളിൽ ആണും എന്ന നിലയിൽ അത്തരത്തിൽ ആഭാസകരമായ അവസ്ഥയിൽ മദ്യപിച്ച് റോഡിൽ കിടക്കുന്ന പെൺകുട്ടികളെ കാണേണ്ടി വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇന്നത്തെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നമ്മളെ കുട്ടികളെ നശിപ്പിച്ചതിൻ്റെ അപകടം. ഇവിടെയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് ഹിന്ദുവിനെതിരെ കടന്നു കയറുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ, നല്ല വസ്ത്രം പോലും ധരിക്കാതെ വസ്ത്രങ്ങൾ മുഴുവൻ മൂടി നടക്കേണ്ടി വരുന്നവരടുത്ത് പോയിട്ട് ഇത് പറയാറുണ്ടോ? മനസ്സിലായില്ലേ? ശരീരം മുഴുവൻ മൂടി നടക്കാൻ പറയുന്ന മതത്തിൻ്റെ ഇടയിൽ പോയി ഇത് പറയാറില്ല. സ്ത്രീക്ക് ജീവനില്ല എന്ന് പറയുന്നിടത്ത് പോയി പറയാറില്ല. ഇവിടെ സ്ത്രീയെ ഏറ്റവും കൂടുതൽ വെച്ച് പൂജിക്കുന്നത് ഹിന്ദുവാണ്, അല്ലേ? നമ്മൾ ഈ നവായജ്ഞത്തിൽ പൂജിക്കുന്ന ദേവിയുടെ രൂപത്തെയാണ്. ആണോ? ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം സ്ത്രീക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എത്ര നാരന്തേ പൂജന്തരമന്ത, എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്ന അവിടെ സർവ്വവിധമായ ഐശ്വര്യം ഉണ്ടാവും. അവിടെയാണ് ഒരു മനുസ്മൃതി എന്ന് പറഞ്ഞൊരെണ്ണം പൊക്കിപ്പിടിച്ചോണ്ട് വരുന്നത്. എന്താ മനുസ്മൃതി? ഇപ്പൊ പ്രചരിക്കുന്ന മനുസ്മൃതിയിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. മനുസ്മൃതി ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ആ കാലഘട്ടത്തിലെ ജീവിതത്തിന് വേണ്ടി, മഴയുള്ളപ്പോൾ കുടയെടുക്കണം, ഇരുട്ടുള്ളപ്പോൾ ടോർച്ച് എടുക്കണം എന്ന് പറഞ്ഞാൽ അത് ആ സമയത്തിന് വേണ്ടിയുള്ളതല്ലേ? മനസ്സിലായില്ലേ? അതുപോലെ ഒരു കാലഘട്ടത്തിലെ ജീവിതത്തിൽ പറഞ്ഞു സ്ത്രീക്ക് ഉപേക്ഷിക്കപ്പെടരുത്, സ്ത്രീയെ സംരക്ഷിക്കണം. അവിടെ സ്വാതന്ത്ര്യം ഇല്ലെന്നല്ല പറഞ്ഞ് സംരക്ഷിക്കണം. എങ്ങനെ? കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ സംരക്ഷിക്കണം, യൗവനകാലത്ത് ഭർത്താക്കന്മാർ സംരക്ഷിക്കണം, വാർദ്ധക്യകാലത്ത് മക്കൾ സംരക്ഷിക്കണം. എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കരുത്. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെയല്ലേ നമ്മൾ സംരക്ഷിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ കയ്യിൽ കുറേ സാധനമുണ്ട്, ആ സാധനത്തിൽ നല്ല ഭാരമുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ച് കുറേ കാര്യങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതിനെയല്ലേ കയ്യിൽ സംരക്ഷിക്കത്തുള്ളൂ, അല്ലേ? അതോ എല്ലാ കൊള്ളാത്തതിനെയൊക്കെ വെക്കുമോ? ഇല്ല, അതിനെ ഉപേക്ഷിക്കും. അപ്പോൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതാണ് സ്ത്രീ എന്നല്ലേ അതിൻ്റെ അർത്ഥം, അല്ലേ? ഇനി നമ്മൾ ആലോചിച്ച് ഈ പുരാണത്തിൽ ഭാഗവതത്തിൽ എടുത്തു കഴിഞ്ഞാൽ രുക്മിണി സ്വയംവരം, ഇവിടെ ശശികലാ സ്വയംവരം. മനസ്സിലായില്ലേ? സ്വയംവരം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ സ്വയം തിരഞ്ഞെടുക്കാൻ അവകാശം. ഇത്രയും സ്വാതന്ത്ര്യം നമ്മുടെ ഈ ധർമ്മത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? സ്ത്രീ അടിമയായതുകൊണ്ട് 5ഉം കെട്ടാം, 6ഉം കെട്ടാം, 7ഉം കെട്ടാം, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ കെട്ടാം എന്ന് പറഞ്ഞും കാട്ടിയവരുണ്ട്, ഇല്ലേ? നമ്മുടെ ധർമ്മത്തിൽ അങ്ങനെയല്ല. അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. സ്ത്രീത്വത്തിന് പ്രാധാന്യം. രാമൻ സീതയെ കെട്ടുന്നത് എങ്ങനെയാ? രാമൻ തൻ്റെ കഴിവിനെ തെളിയിച്ചിട്ടാണ് സീതയെ കെട്ടുന്നത്, വില്ലൊടിച്ചിട്ടാണ്. അപ്പോൾ സ്ത്രീ സീതയ്ക്കാണ് അവിടെ വരാം, അല്ലേ? ആണോ അല്ലയോ? മനസ്സിലായില്ലേ? അപ്പോൾ സ്ത്രീക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനം. നമ്മൾ സാധാരണ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്? മാതാപിതാ ഗുരു ദൈവം. മാതാവിനല്ലേ ആദ്യത്തെ സ്ഥാനം. ഇനി നിങ്ങൾ ദൈവങ്ങളുടെ പേരൊന്നും എടുത്ത് നോക്കേ. ലക്ഷ്മി നാരായണൻ, ആദ്യത്തെ പേരാരാ? ലക്ഷ്മിയാണ്.
ഉമാമഹേശ്വരൻ, വാണി ഹിരണ്യഗർഭൻ, സരസ്വതിയും ബ്രഹ്മാവും, ശചി പുരന്ദരൻ, ശചീദേവി ഇന്ദ്രദേവനും, രാധാകൃഷ്ണൻ. ആദ്യത്തെ സ്ഥാനം ആർക്കാ? അമ്മയ്ക്ക. മനസ്സിലായില്ലേ? ഇത്തരത്തിൽ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം, ഏറ്റവും കൂടുതൽ മഹത്വം കൽപ്പിച്ചിരിക്കുന്ന സ്ത്രീക്കാണ്. നീ മഹാഭാരതത്തിൽ പോയാൽ കാണാൻ സാധിക്കും, ഭഗവാൻ കൃഷ്ണനെതിരെ നിന്നാൽ പോലും എൻ്റെ അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ജയിക്കാമെന്ന് വിശ്വസിച്ചതാണ് തെറ്റായ മാർഗത്തിൽ പോയിട്ട് പോലും ദുര്യോധനൻ, ഇല്ലേ? അങ്ങനല്ലേ ദുര്യോധനൻ അമ്മയെടുത്ത് പോയിട്ട് അമ്മയുടെ അടുത്ത് അമ്മയുടെ കണ്ണിൻ്റെ ആ അഗ്നി കൊണ്ട് ആ ദർശനം കൊണ്ട് തന്റെ ശരീരത്തെ ദൃഢപ്പെടുത്താൻ പോയി. ആ അനുഗ്രഹം കിട്ടിയാൽ ദുര്യോധനെ വധിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് കൃഷ്ണൻ പോയിട്ട് എന്ത് ചെയ്ത് തന്ത്രപൂർവ്വം ഒരു കുട്ടിത്തോർത്തെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ് തുടയിലേക്ക് ആ അനുഗ്രഹം ലഭിക്കാതെ വന്നുകൊണ്ട് തുടയ്ക്കടിച്ച് കൊല്ലിപ്പിക്കാൻ കാരണമായി മാറിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അമ്മയ്ക്ക് ഇത്രയും, സ്ത്രീക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്ത വേറെ ഏതെങ്കിലും ദർശനമുണ്ടോ? നമ്മുടെ ദേവീക്ഷേത്രങ്ങളിൽ പാടുന്ന ഒരു ചരിതമുണ്ട്, കർണകീ ചരിതം, തോറ്റപ്പാട്ട്, അല്ലേ? തോറ്റപ്പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തോറ്റപ്പാട്ട് പാടുന്നത് ആരുടെ ചരിതം? കർണകീ ചരിതമാണ്. കർണകി എന്ന സ്ത്രീയെ അപമാനിച്ചതിന്റെ പേരിൽ മധുരാപുരി ചുട്ടരിച്ച സാക്ഷാൽ ഭദ്രകാളിയായി ദുർഗയായി മാറിയ കർണകി, ഒരു സാധാരണ സ്ത്രീ ദുർഗയായി മാറി മധുരാപുരിയെ കത്തിച്ചാമ്പലാക്കിയവളാണ് കർണകി, അല്ലേ? ആ കർണകിയാണ് കർണകി അമ്മൻ എന്ന പേരിൽ നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ സ്ത്രീക്കല്ലേ നമ്മൾ പവിത്രത കൊടുക്കണേ? ശക്തിയുടെ ഏറ്റവും പ്രധാന ഭാഗമാരാ? ഭഗവതിയാണ്. അവിടെയാണ് നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഈ ദർശനങ്ങളൊന്നും പഠിക്കാതെ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞ് സ്ത്രീയെ കഞ്ചാവ് കച്ചവട സ്ഥലത്തും അതുപോലെ തന്നെ മദ്യപാനശാലയിലും ബിവറേജ് കോർപ്പറേഷനിലും അർദ്ധരാത്രിയിൽ കറങ്ങി നടക്കാനും ഒക്കെയുള്ള പാർട്ടിയിൽ എത്തിച്ചത്. പിന്നെയോ പിന്നെ പുതിയ അവകാശവാദം വന്നു, എന്ത് ധരിക്കണം. പണ്ട് നമ്മുടെ നാട്ടിലെ വിഷയം എന്തായിരുന്നു? വസ്ത്രം അഴിച്ചതിന്റെ പേര് യുദ്ധം നടന്ന നാടാണ് നമ്മുടെ നാട്, അല്ലേ? പാഞ്ചാലിയുടെ ഉടുവസ്ത്രം അഴിച്ചതിന്റെ പേരിലാണ് ദുശാസനന്റെ മാറ് വീറി കിളർന്നവന്റെ രക്തം കുടിക്കുമെന്നോ, അല്ലേ? ആ രക്തം പുടർന്ന കൈ കൊണ്ട് പാഞ്ചാലിയുടെ മുടി കെട്ടിക്കൊടുക്കാന്നൊക്കെ ശബ്ദം ഭീമസേനൻ എടുത്തത്. അപ്പം സ്ത്രീയുടെ ആ മാന്യതയെ അപമാനിച്ചതിന്റെ പേരിൽ ഒരു വലിയ യുദ്ധം. ശരിയല്ലേ? ഇന്നോ ഇന്ന് തുണി ഉടുപ്പിക്കാൻ യുദ്ധം ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മൾ എവിടെ എത്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. പണ്ട് തുണി അഴിച്ചതിന്റെ പേരിലാണ് യുദ്ധം നടന്നതെങ്കിൽ ഇന്ന് തുണി ഉടുപ്പിക്കാൻ യുദ്ധം ചെയ്യണം. തുണി ഉടുക്കാൻ പറഞ്ഞാൽ യുദ്ധം നടക്കും. മനസ്സിലായില്ലേ? നമ്മുടെ സത്വത്തെ നശിപ്പിക്കലും നമ്മുടെ സദ്ഗുണത്തെ ഇല്ലാതാക്കലും അല്ല പരിഷ്കാരം. പരിഷ്കാരം വേണം, ജീവിതത്തിൽ പരിഷ്കാരം വേണം. നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നതൊക്കെ വേണം. പക്ഷേ ജീവിതത്തിൻ്റെ മഹത്വത്തെ കളഞ്ഞും നശിപ്പിച്ചും മൃഗതുല്യമായി അലയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടരുത്. നമ്മൾ തിരിച്ചറിയാം. ശരി, ഇവിടെ സ്വയംവരം നടത്താൻ പറഞ്ഞു. അങ്ങനെ സ്വയംവരം നിശ്ചയിച്ചു. ആ സ്വയംവര വേദിയിലേക്ക് ഇവിടെ ആര് കടന്നു വരണം? സുദർശനം വരണമല്ലോ. അപ്പൊ സുദർശന ദൂതനെ വിട്ട് അറിയിച്ചു. അപ്പൊ സ്വയംവര വേദിയിലേക്ക് ശത്രുജിത്ത്, ഇവിടെ ലീലാവതിയുടെ പുത്രനായ ശത്രുജിത്ത് വന്നിട്ടുണ്ട്. മുത്തശ്ശനായി യുധാജിത്ത് വന്നിട്ടുണ്ട്. കിളവനായിട്ടുണ്ടെങ്കിലും വയസ്സാം കാലത്താണെങ്കിലും ഒന്നുകൂടെ കെട്ടിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. പ്രായവും ഭേദവും ഒന്നും ഇല്ലേ? ആഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടോ? ആഗ്രഹങ്ങൾക്ക് പ്രായഭേദമാണ് തടസ്സമാണോ? ഒന്നും തടസ്സമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും വന്ന സ്ഥലത്തേക്ക് സുദർശനും അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ നാളെ ഞാനിങ്ങനെ സ്വയംവരത്തിന് പോകാൻ പോവുകയാണ്. അമ്മ പറഞ്ഞു, മോനെ പോകരുത്. കാരണം എന്താ? നീ ആശ്രമം വിട്ട് പുറത്ത് കടന്നാൽ നിന്നെ വധിക്കാൻ വേണ്ടി ശത്രുക്കളുണ്ട്. പിന്നെയോ നീ സ്വയംവരത്തിന് ചെന്നാൽ അവിടെ തീർച്ചയായും ശത്രു വിധാജിതമുണ്ട്. അവർക്ക് സൈന്യബലമുണ്ട്, ശക്തിയുണ്ട്. നീ ആശ്രമത്തിൽ ജീവിച്ചവനാണ്, അതുകൊണ്ട് നിനക്കിതൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയോട് ഈ മകൻ പറയുകയാണ്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്ത്? ആദിപരാശക്തിയായ സാക്ഷാൽ ഭഗവതി, സർവത്തെയും കാക്കുന്ന ദുർഗാ ഭഗവതി എനിക്ക് കൂട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് തീർച്ചയായും അവിടെ ശശികലയെ നേടാൻ സാധിക്കും. എനിക്ക് മരണഭയം ഇല്ല. ഇതേ സമയത്ത് തന്നെ ശശികലയ്ക്ക് ഈ വിവാഹം നടക്കുന്ന ആശങ്കയുണ്ട്. ഭഗവതിയെ പ്രാർത്ഥിച്ച് ശയിക്കുന്ന വേളയിൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് അവിടെ സുദർശനം ലഭിക്കുമെന്നുള്ള ആഗ്രഹം നടക്കുമെന്നും കൂടി ആരറിയിച്ചു? ദേവി
അറിയിച്ചു. അതോടുകൂടി ശശികലയെ സന്തുഷ്ടയാണ്. അങ്ങനെ സുദർശനൻ അങ്ങനെ വിവാഹ സമയത്ത് പോകാനിറങ്ങി. ഭരദ്വാജൻ പറഞ്ഞു പോയി വരട്ടെ എന്ന അനുവാദം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം മനോരമയും കൂടെ കൂട്ടി അമ്മയും ഒപ്പം പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ അമ്മയെയും കൂട്ടിക്കൊണ്ട് സുദർശനൻ നേരെ അവിടെ യുധാജിത് കൊണ്ട് അവിടെ ഭരദ്വാജന്റെ ആശ്രമത്തിൽ ലഭിച്ച രഥത്തിൽ കയറി നേരെ എവിടേക്ക് പോവുകയാണ്? ഈ വിവാഹത്തിന് വേണ്ടി യാത്ര ചെയ്തു. ഈ യാത്ര ചെയ്ത് പോകുന്ന അവിടെ ചെന്നു. അവിടെ യാത്ര ചെയ്തത് അവിടെ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ശശികല തൻ്റെ പിതാവിനോട് തന്ത്രപൂർവ്വം പറഞ്ഞു, നാളെ എല്ലാവരും ഇരിക്കുന്നിടത്ത് വെച്ച് സുദർശന്റെ കഴുത്തിൽ മാല ചാർത്തിയാൽ വലിയൊരു യുദ്ധം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? തലേന്ന് രാത്രി തന്നെ തൻ്റെ വിവാഹം ഒന്ന് നടത്താൻ പറഞ്ഞു. അങ്ങനെ മകളുടെ നിർബന്ധത്തിന് വഴങ്ങിയ അച്ഛൻ തലേന്ന് രാത്രി തന്നെ സുദർശനെ വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് സുദർശനും ശശികലയും തിരികെ പോകുന്ന വൃത്താന്തം പറഞ്ഞ് ഈ ശത്രുജിത്തും യുധാജിത്തും ഒക്കെ സൈന്യസമേതം വന്ന് സുദർശനെ നേരിട്ടു. സുദർശൻ ഒരു ഭാഗത്തും മഹാശക്തിയായ സൈന്യങ്ങളും രാജാക്കന്മാരും മറുഭാഗത്ത് യുദ്ധം അങ്ങോട്ട് ആരംഭിച്ച ഉടനെ ആ നിമിഷം കൊണ്ട് തന്നെ സുദർശന്റെ ശരീരത്ത് ദുർഗാഭഗവതി കൊടുത്ത കവചം പ്രത്യക്ഷപ്പെട്ടു. ആ അമ്മ നൽകിയ അമ്പും ആയുധങ്ങളുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആ സുദർശനൻ ആ യുദ്ധം ചെയ്യുന്ന വേളയിൽ സുദർശനെ സഹായിക്കാൻ ആകാശരൂഢത്തിൽ സാക്ഷാൽ സിംഹവാഹിനിയായ ഭഗവതിയും നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവതിയുടെ ശരവർഷം കൊണ്ട് യുധാജിത്തും അതുപോലെ തന്നെ ശത്രുജിത്തുമൊക്കെ വധിക്കപ്പെട്ട് അങ്ങനെ ശത്രുക്കളെ മുഴുവൻ ഒടുക്കി അങ്ങനെ തൻ്റെ ഭാര്യയെയും കൂട്ടി ശശികലയെയും കൂട്ടി ഭഗവതിയുടെ അനുഗ്രഹം നേടിയെത്തിയ സുദർശനൻ ആശ്രമത്തിൽ ഭരദ്വാജന്റെ പാദത്തിൽ നമസ്കരിച്ചു. ഭരദ്വാജൻ അദ്ദേഹത്തിനെ നേരെ അയോധ്യയിലേക്ക് യാത്രയാക്കി രാജാവായി വാഴാൻ വേണ്ടി. അങ്ങനെ അയോധ്യയിലേക്ക് എത്തിച്ചേരുന്നപ്പോഴാണ് ശശികലയുടെ പിതാവ് അറിയുന്നത് സുദർശനൻ കേവലം ആശ്രമജീവി അല്ല, അദ്ദേഹം രാജാവിൻ്റെ മകൻ തന്നെയാണെന്നറിഞ്ഞ് അദ്ദേഹവും വന്നു ചേർന്നു. അങ്ങനെ അയോധ്യയുടെ രാജാവായി ആര് വന്നു? സുദർശനൻ തിരികെ എത്തി. മനസ്സിലായില്ലേ? രാജാധികാരം കൊണ്ടും അഹങ്കാരം കൊണ്ടും ഗർവ് കൊണ്ടും ആട്ടി പുറത്താക്കി വധിക്കാൻ ശ്രമിച്ചിട്ടും ഭഗവതിയുടെ കൃപാകാരുണ്യം ഒന്നുകൊണ്ടു മാത്രം സർവ പ്രതിസന്ധികളെയും കടന്ന് സുദർശനൻ തിരികെ ആ രാജസ്ഥാനത്ത് എത്തപ്പെടുകയും ലോകത്തിന് മുഴുവൻ ആരാധ്യനായി തീർന്നു. കാരണം എന്താ? ഭഗവതിയെ തന്നെ യുദ്ധത്തിൽ അല്ലേ സഹായിയായി ലഭിച്ച മഹാഭാഗ്യം ആർക്ക് കിട്ടി? സുദർശന് കിട്ടി. അതോടുകൂടി സുദർശനോട് യുദ്ധം ചെയ്യാൻ എല്ലാ ശത്രുക്കളും ഒന്ന് ഭയന്നു. അങ്ങനെ എല്ലാവർക്കും മുകളിലുള്ള ശക്തിയായി സർവാധിപത്യത്തിലേക്ക് ആര് വന്നു? സുദർശനൻ വന്നു ചേർന്നു. ഇപ്രകാരമൊക്കെ എത്തപ്പെട്ടു. ആ നിലയിലേക്ക് വന്ന് രാജാസ്ഥാനത്തേക്ക് എത്തപ്പെട്ടു. ഈ സുദർശന്റെ സ്വഭാവ മഹിത്വം മനസ്സിലാക്കാൻ നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സുദർശനൻ നേരെ പോകുന്നത് ലീലാവതി എന്ന ശത്രുജിത്തിന്റെ അമ്മയെ കാണാൻ പോയി. ആ അമ്മയുടെ മകന് വേണ്ടിയിട്ടാണല്ലോ ഇദ്ദേഹത്തെ ആട്ടി ഓട്ടിച്ചത്. ചെന്നിട്ട് പറഞ്ഞു, അമ്മേ എന്നോട് ക്ഷമിക്കണം, അമ്മയോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. ഞാൻ കുഞ്ഞായിരിക്കുന്ന വേളയിൽ ഉണ്ടായ സംഭവങ്ങൾ കൊണ്ട് എന്നെയും അമ്മയും ഇവിടുന്ന് ആട്ടി ഓട്ടിച്ചു. ഞാൻ ആശ്രമത്തിൽ അഭയം തേടി ദേവിയുടെ സഹായത്തോടെ ഞാനിവിടെ തിരിച്ചു വന്നു. അമ്മയുടെ മകനെ നഷ്ടപ്പെട്ടു, പിതാവും നഷ്ടപ്പെട്ടു. അത് അവരുടെ കർമ്മഫലം കൊണ്ടാണ്. അതിനും ഞാൻ ഉത്തരവാദിയല്ല. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് തുല്യമായി ഞാൻ അമ്മയെ സ്നേഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയെ കൂടി പാദ നമസ്കാരം ചെയ്തു. ഇതല്ലേ സ്വഭാവ മഹത്വം? മനസ്സിലായില്ലേ? ഈ സദ്ഗുണമാണ് സുദർശനനെ ദേവിയുടെ ഭക്തനാക്കി ഉയർത്തിയത്. അപ്പം സദ്ഗുണങ്ങളാകുന്ന സ്വഭാവ ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആര് കേൾക്കും? ഭഗവതി കേൾക്കും. അങ്ങനെ അത്തരത്തിൽ കൂടി സ്വീകരിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ സുബാഹു എന്ന രാജാവ് മരുമകനോട് ചോദിച്ചു, ആ ഭഗവതിയെ എനിക്കും ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ സുബാഹു രാജാവ് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. ആ ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, അമ്മ എന്നും എൻ്റെ നാടിൻ്റെ ഐശ്വര്യമായി ഇവിടെ കുടിയിരിക്കണം, ആ ദേവിയുടെ ചൈതന്യം എന്നും ഇവിടെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാശി വിശ്വനാഥൻ്റെ തൊട്ടരികിലായി കാശി വിശാലാക്ഷി എന്ന പേരിൽ സാക്ഷാൽ ഭഗവതിയെ അവിടെ ക്ഷേത്രം പണിത് കൊടുത്തിരുത്തുകയും ചെയ്തു. അവിടെ സുബാഹു അങ്ങനെ